ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ മോട്ടോ ജി 5G പ്ലസ് എന്ന് പറയുന്ന ഒരു മിഡ് റേഞ്ചിൽ വരുന്ന ഫോണിനെ കുറിച്ചുള്ളതാണ്. ഒരുപാട് നല്ല ഫീച്ചേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫോൺ തന്നെയാണിത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽപ്പെട്ട മറ്റേതൊരു ഫോണിൽ നിന്നൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ബാറ്ററിയിലായാലും പ്രൊസസ്സറിലായാലും ക്യാമറയിലായാലും ഒക്കെ തന്നെ നല്ല ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു ഫോണിന് കിട്ടുന്നത്. പിന്നെ കുറച്ച് പേരും കമൻറ്റിൽ കൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മോട്ടോ ജി 5G പ്ലസ് എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യുമെന്നൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല വീഡിയോ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന പ്രൈസിൽ വരുന്ന അടിപൊളി ഫീച്ചേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ള ഫോൺ തന്നെയാണിത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് എല്ലാ ഫോണിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളതുപോലെ തന്നെ ഫോൺ തന്നെയാണ് ഫസ്റ്റ് ഉള്ളത്. ഫോൺ നമുക്ക് ബൂട്ടിങ്ങിൽ ഇട്ടതിന് ശേഷം വേറെ എന്തൊക്കെ ആക്സസറീസ് ആണ് ബോക്സിൽ വരുന്നതും കൂടെ നോക്കാം. ബോക്സിന് പിന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു സിലിക്കോൺ കവറാണ് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു കവർ തന്നെയാണ്. ഇനി ഇതിലുള്ള ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ കിട്ടുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിങ് കേബിളും, പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇയർഫോൺ ഈ ഒരു ബോക്സിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇത് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഇയർഫോൺ കിട്ടുമോ എന്ന് അറിയില്ല. നമുക്കിവിടെ UAE വേർഷനിൽ ഇതിവിടെ ഇയർഫോൺ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സിൻ്റെ അകത്ത് വരുന്ന ആക്സസറീസ് ഒക്കെ. ഇനി നമുക്ക് ഫോണൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് മോട്ടോ ജി 5G പ്ലസ് എന്ന് പറയുന്ന മോഡൽ ഫോണ്. ഇത് വരുന്നത് ഒരു കളറിലാണ്, ബ്ലൂ കളറിൽ മാത്രം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ നല്ല ഗ്ലോസി ഫിനിഷോടെ വരുന്ന ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് ബാക്കിൽ വരുന്നത്. കാണാനൊക്കെ നല്ലൊരു ഭംഗിയുള്ളൊരു ഡിസൈനാണ്. എന്നാലും നോർമൽ ഒരു ഡിസൈനിലൊക്കെ തന്നെയാണ് ഈ ഫോൺ വന്നിരിക്കുന്നത്. കൂടാതെ 4 ക്യാമറയും ഒരു ഡുവൽ ഫ്ലാഷും ആണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന ഈ സിലിക്കോൺ കവർ ഒന്ന് ഫോണിൻ്റെ ബാക്കിൽ ഇട്ട് നോക്കാം. ഇതിൻ്റെ മുമ്പേ റിവ്യൂ ചെയ്ത സമയത്തൊക്കെ ഒരുപാട് പേര് കമൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ വരുന്ന കവർ ഒന്ന് ഇട്ട് കാണിച്ചു തരുന്നു എന്നൊക്കെ. അപ്പോൾ ഈ കവർ ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ്റ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാമറ ഒക്കെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കവർ ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് ക്യാമറക്ക് നല്ല സേഫ്റ്റി ആയിട്ടാണ് ഇരിക്കുന്നതും. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ഇതിൽ കൂടെ വരുന്ന കവർ ഇടുന്നത് തന്നെ ആയിരിക്കും. അത്യാവശ്യം തിക്നെസ് ഉള്ള ഒരു ഫോൺ തന്നെയാണിത്. 207 ഗ്രാമാണ് ഇതിൻ്റെ ഒരു ഭാരം വരുന്നത്. ഇനി ഫോണിൻ്റെ ഒരു ഹാർഡ്വെയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ താഴെ ഭാഗത്തായിട്ട് സ്പീക്കർ, മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, 3.5mm ഇയർഫോൺ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജാക്കും ആണുള്ളത്. ഇനി റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ ആൻഡ് വോളിയോ ബട്ടൺ വരുന്നത്. ഈ പവർ ബട്ടൻ്റെ മുകളിൽ തന്നെയാണ് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസറും വരുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം ട്രേ വരുന്നത്. ഈ സിം ട്രേയിൽ നമുക്ക് ഒരേ സമയത്ത് 2 സിം കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മൈക്രോ SD കാർഡ് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ ആണ് വരുന്നത്. അപ്പോൾ ഒരു 256 GB വരെയാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന മാക്സിമം മെമ്മറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. കൂടാതെ നിങ്ങൾക്ക് കാണാം ഒരു ചെറിയൊരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടണാണ് വരുന്നത്. ഇനി മുകളിലായിട്ട് ഒരു സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഫോണിൻ്റെ ഒരു ഹാർഡ്വെയർ ഫീച്ചേഴ്സ്. ഇനി ഫോണിൻ്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് സിനിമ വേർഷൻ ഡിസ്പ്ലേ ആണെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വരുന്നൊരു ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സിനിമാറ്റിക് വേർഷൻ എന്നുള്ളൊരു ഡിസ്പ്ലേൻ്റെ പേര് വരുന്നതും. ഇതൊരു IPS LCD ഡിസ്പ്ലേയും കൂടാണ്. പക്ഷേ ഈ ഒരു IPS ഡിസ്പ്ലേനെക്കാട്ടും നമുക്കൊരു OLED ഡിസ്പ്ലേൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ കിട്ടുന്നത്. നിങ്ങൾക്ക് ഇവിടെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഇതിൽ 19 Hzൻ്റെ റീഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്, HDR10ഉം കിട്ടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും നമുക്ക് ഇത്രയൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ കിട്ടുന്നത് ഈ ഫോണിന്. ഇനി 84.3% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. അതുപോലെ തന്നെ 409 ppi ആണ് ഡിസ്പ്ലേ ഡെൻസിറ്റിയും കിട്ടുന്നത്. ഇനി ഫോണിൽ വരുന്നത് ആൻഡ്രോയിഡ് 10.0ഉം അതുപോലെ തന്നെ ക്വാൽകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 765 5G എന്ന് പറയുന്ന ഒരു ഒക്ടാ-കോർ പ്രോസസ്സറാണ് നമുക്ക് ഈ ഒരു ഫോണിന് കിട്ടുന്നത്. അതുപോലെ തന്നെ അഡ്രിനോൻ്റെ 620 എന്ന് പറയുന്ന ഒരു GPU ആണുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ അപ്പോൾ PUBG ഗെയിമൊക്കെ കളിച്ച സമയത്ത് ഒരു ലാഗോ അതുപോലെ തന്നെ സ്ക്രീനിലൊരു സ്മൂത്ത്നെസ്സിന് കുറവോ ഒന്നും തന്നെ ഫീൽ ചെയ്തില്ല. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നല്ല ഗ്രാഫിക്സോടെ തന്നെ കളിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫോൺ തന്നെ. ഈ ഫോൺ വരുന്നത് 2 വേരിയന്റിലായിട്ടാണ്, 4GB and 64GB പിന്നെ എൻ്റെ കയ്യിലുള്ള 8GB and 128GB അങ്ങനെ 2 വേരിയന്റിലായിട്ടാണ് ഇത് വരുന്നത്. പ്രൈസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഇതിൽ നല്ലൊരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട്, മോട്ടോ ആക്ഷൻ. അതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ക്വിക്ക് ക്യാപ്ചർ, പവർ ടച്ച്, പവർ ഫാസ്റ്റ് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഓപ്ഷൻ തന്നെ ഉണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ 2 പ്രാവശ്യം ഫോൺ ട്വിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി വരുന്നത് കാണാം. അതുപോലെ തന്നെ 2 പ്രാവശ്യം ഫോൺ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഫ്ലാഷ് ഓപ്പൺ ചെയ്ത് വരുന്നത് കാണാം. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ തുടങ്ങിയിട്ട് നല്ലൊരു ഓപ്ഷൻ തന്നെ അതിൽ കിട്ടുന്നുണ്ട്. ഇനി ഫോണിൽ വരുന്നത് 5000 mAhൻ്റെ ബാറ്ററി കപ്പാസിറ്റിയാണ്. ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 20 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും ബോക്സിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. 45% ചാർജ് ആവാൻ വേണ്ടിയിട്ട് 30 മിനിറ്റ് വരെ നമ്മൾ ചാർജ് ചെയ്യണം. അതുപോലെ തന്നെ ഫുൾ ചാർജ് ആവണമെങ്കിൽ 1 hour 45 minutes ആണ് കമ്പനി പറയുന്നത്.
നിങ്ങൾക്ക് എത്രമാത്രം ഉണ്ട് ഫോണിൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കറിയാം ഈ മോട്ടറോള ഫോൺ എന്നൊക്കെ പറയുകയാണെങ്കിൽ തന്നെ നല്ല ലൗഡായിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള സൗണ്ടാണ് നമുക്ക് കിട്ടാറ്. അതേപോലെ തന്നെയാണ് ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു സൗണ്ട് തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഇനി ഫോണിൻ്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 ക്യാമറ ആണ് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ വരുന്ന മെയിൻ ക്യാമറ 48 മെഗാ പിക്സലിലെ f1.7 അപ്പാച്ചർ വാല്യുള്ള ക്യാമറ ആണ്. അതുപോലെ തന്നെ 8 മെഗാ പിക്സലിലെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും 5 മെഗാ പിക്സലിലെ ഒരു മാക്രോ ക്യാമറയും 2 മെഗാ പിക്സലിലെ ഒരു ഡെപ്ത് സെൻസറും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ക്യാമറ ഓപ്പൺ ചെയ്താൽ കാണാൻ പറ്റുന്ന ഓപ്ഷൻസ് പോർട്രേറ്റ് മോഡ്, മാക്രോ, സ്പോട്ട് കളർ, നൈറ്റ് വേർഷൻ, അതുപോലെ തന്നെ സിനിമാഗ്രാഫിക്, പനോരമ, ലൈവ് ഫിൽറ്റർ, പിന്നെ നമുക്ക് മാക്രോ വീഡിയോസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. ഇനി ഇത് കൂടാതെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മൈക്ക് ഓണും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ ഓണും ഓഫ് ആക്കാനുള്ള വരുന്നുണ്ട്. പിന്നെ ഫ്ലാഷ് ഓണും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൽ വരുന്ന ഫ്ലാഷ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡുവൽ ഫ്ലാഷ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പവറാണ് ഫ്ലാഷിന് കിട്ടുന്നതും. ഇനി ക്യാമറ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിലെടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 4K 30 ഫ്രെയിം പെർ സെക്കൻഡിലും അതുപോലെ തന്നെ ഫുൾ HD 30 and 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്നത്. കൂടാതെ വേറെയും ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഫോട്ടോയിലും വീഡിയോയിലും നമുക്ക് 8x വരെ ഡിജിറ്റൽ സൂം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഫോട്ടോ എടുത്ത സമയത്ത് നല്ല ക്വാളിറ്റിയിൽ തന്നെ കിട്ടിയിട്ടുള്ളത്. ലോ ലൈറ്റിലൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് തന്നെ നല്ല ക്വാളിറ്റി തന്നെ കാണാൻ സാധിച്ചിട്ടുള്ളതും. ഫോട്ടോൻ്റെ വീഡിയോൻ്റെ ഒക്കെ റിവ്യൂ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കൂടെ കാണിക്കുന്നതാണ്. ഇനി സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഡുവൽ പഞ്ച് ഹോൾ പോലാണ് കൊടുത്തിട്ടുള്ളത്. 2 ക്യാമറ ആണ് ഇതിൽ വരുന്നത്. 16 മെഗാ പിക്സലിൽ ഒരു f2.0 അപ്പാച്ചർ വാല്യുള്ള ഒരു HDR ക്യാമറയും രണ്ടാമത്തെ ക്യാമറ വരുന്നത് 8 മെഗാ പിക്സലിൽ ഒരു അൾട്രാ വൈഡ് ക്യാമറ ആണുള്ളത്. ഇങ്ങനെ അൾട്രാ വൈഡ് ക്യാമറ വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വലിയ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെയാണ്. ഇനി ഇതിൽ വരുന്ന സെക്യൂരിറ്റി ലോക്ക് നോക്കുകയാണെങ്കിൽ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് ലോക്കുമാണ്. രണ്ടും തന്നെ വളരെ സെക്കൻഡ് കൊണ്ട് തന്നെ സെൻസ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫസ്റ്റ് നമുക്ക് ഫിംഗർ പ്രിന്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല സ്പീഡിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെൻസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഫേസ് ലോക്ക് നോക്കാം. ഫേസ് ലോക്കും അതുപോലെ തന്നെ വളരെ സ്പീഡിൽ തന്നെ നമുക്കിത് സെൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ രണ്ടും തന്നെ നല്ല സ്പീഡിലാണ് വർക്കാവുന്നത്. ഇതിൽ വേറെ നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പവർ ബട്ടൻ്റെ മേലെ നമ്മൾ 2 പ്രാവശ്യം ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹോം സ്ക്രീൻ ആയിട്ട് അവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നല്ലൊരു ഓപ്ഷൻ കൂടെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണ് ഫ്ലാഷ് റെസിസ്റ്റൻസും കൂടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മഴത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ ഫോണിൻ്റെ മേലെ വെള്ളം ആയാലൊന്നും ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ Moto G 5G Plus എന്ന് പറയുന്ന ഫോൺ. ഒരുപാട് നല്ല ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു മിഡ് റേഞ്ചിൽ വരുന്ന ഫോൺ തന്നെയാണിത്. 5G കിട്ടുന്നുണ്ട് നമുക്ക്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. പ്രോസസ്സറൊക്കെ തന്നെ നല്ല ഹൈ ക്വാളിറ്റിയുള്ള പ്രോസസ്സർ തന്നെയാണ് ഇതിൽ വരുന്നത്. അതുപോലെ നിങ്ങൾക്കൊരു മിഡ് റേഞ്ചിൽ വരുന്ന ഫോണിൽ നല്ല ക്വാളിറ്റി ക്യാമറ വേണം എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നല്ല ഗെയിം കളിക്കാൻ പറ്റിയ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫോൺ തന്നെയാണിത്. ഒരു ഫോൺ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ഫങ്ഷൻസും ഫീച്ചേഴ്സൊക്കെ ആണോ വേണ്ടത് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ഫോണാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഈ ഫോൺ ഈ ഒരു പ്രൈസിന് വർത്താണോ അല്ലേ എന്നൊക്കെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ Moto G 5G Plus എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ ആക്കി വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.